ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. അർത്ഥവത്തായ എന്തെങ്കിലും പരിപാലിക്കാനും നയിക്കാനും നിർമ്മിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് പ്രശംസനീയമാണ്. അതിപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പരിപാലിക്കുന്നതായാലും ഒരു പ്രോജക്റ്റ് ഡീൽ ചെയ്യുന്നതായാലും ബിസിനസ് ആയാലും നിങ്ങൾ നല്ല പോലെ തന്നെ ഡീൽ ചെയ്യും. പാരൻറ്ഹുഡ് എന്ന കാർഡ് സിംബോളിക്കലി ഒരു ആശയം, ദൗത്യം, നിങ്ങളുടെ ആത്മീയ യാത്ര എന്നിവയെ സംരക്ഷിക്കുകയും വളർത്തിയെടുക്കുന്നതിൻ്റെയും പ്രതീകമാണ്. ഓഫറിംഗ് എന്ന കാർഡ് നിങ്ങളുടെ നെഗറ്റീവ് സൈഡായി വന്നിട്ടുള്ള കാർഡാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് വലിയ കാശ് മുടക്കി പൂജയും വഴിപാടും ചെയ്യുന്നതിലല്ല കാര്യമിരിക്കുന്നത്. അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഫലങ്ങൾ ലഭിക്കും. ഈ പൂജയൊക്കെ ചെയ്താലും അവിടെ അർപ്പണ മനോഭാവമില്ലെങ്കിൽ ആ പൈസ വെറുതെ വേസ്റ്റാകും എന്ന് സാരം. പൂർണ്ണ മനസ്സോടെയുള്ള പ്രാർത്ഥന, അതിലാണ് കാര്യം. അല്ലാതെ ഇല്ലാത്ത കാശ് മുടക്കി പൂജ ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇമേജ് വരും. മനസ്സിൽ തട്ടി നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ ന്യായമായ ഏതാഗ്രഹവും സാധിച്ചു കിട്ടാൻ. ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളെ ഒഴിവാക്കുകയോ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെയോ ഇരിക്കില്ല. പക്ഷേ നിങ്ങളെ പരീക്ഷിക്കും. ആ ഒരു ആഗ്രഹം നേടാൻ നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടെയാണ് സമീപിക്കുന്നത് എന്നറിയാൻ. അതിലുപരി അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാം അങ്ങോട്ട് ഓഫർ ചെയ്യുന്നത് പോലെ തന്നെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും തയ്യാറാവണം. റിസപ്റ്റീവ് മോഡിൽ ഇരിക്കണമെന്ന് ചുരുക്കം. നിങ്ങളുടെ ഹൃദയം തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് തിരിച്ചറിയുക. ഇങ്ങനെ ചെയ്താൽ ചില സർപ്രൈസസ് നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ കാത്തിരുന്ന ഒരവസരം, അനുഗ്രഹം അല്ലെങ്കിൽ വലിയൊരു മാറ്റം എന്നിവ അൺഎക്സ്പെക്റ്റഡ് ആയി നിങ്ങളിലേക്ക് എത്തിച്ചേരും. താങ്ക് യു ഡിയേഴ്സ്.